വ്യൂവേഴ്സ്, അപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ചെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് ലോക്കറ്റോ പെൻഡൻറ്റ് പാച്ചസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടായാലും ചെയ്യാം. ഇപ്പം ഞാൻ ലോട്ടസിൻ്റെ പാച്ചസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഐപ്പിന് ഇത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതുപോലെ ഗോൾഡൻ ബീഡ്സ് കുറച്ച്, ഇതിനൊന്നും വലിയ റേറ്റ് ഇല്ല. പിന്നെ ഇത്തിരി സ്റ്റോപ്പർ, ഇത് നമ്മൾ രണ്ട് വിരലിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഇണങ്ങാതെ നിൽക്കുന്നത്. പിന്നെ കുളത്തും അതിൻ്റെ ഹുക്ക് ഉള്ളതില്ലേ, അത് രണ്ടും ഓരോന്ന് മേടിക്കുക. അതുപോലെ ഗിയർ വയർ, ഇതും ഇതൊരു ഇതായിട്ട് കിട്ടുക. ഇതിൽ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, ഒരു 45 സെൻറ്റിമീറ്ററൊക്കെ എടുത്താൽ മതിയാവും നമുക്കത്. പിന്നെ ഇതുപോലെ ഒരു പ്രസ്സറും ഒരു കട്ടറും ആവശ്യമുണ്ട്. ഇതില്ലെങ്കിൽ നമുക്കിപ്പം കത്രിക വെച്ചായാലും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഐ പിൻസ് എടുത്തിട്ട് നമ്മുടെ പാച്ചസിൻ്റെ പുറകിൽ നമുക്കിത് ലോക്കറ്റ് ഇങ്ങനെ തൂക്കിയിടാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ ഐ പിൻസ് ഈ പാച്ചസിൻ്റെ പുറകിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ P7000 ഗമ്മ് മേടിക്കാൻ കിട്ടും. അതുപോലത്തെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് ബാലൻസ് ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ളതും എത്ര എണ്ണം വേണോ അത് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗിയർ വയർ ഒരു 45 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്യുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 42 മതിയാവും, കാരണം നമുക്ക് കുളത്തിടുമ്പോൾ ഇത്തിരി ഭാഗം വേസ്റ്റേജ് പോകും. അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം അത് ഇട്ട് കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കുളത്തിടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പർ ഒരെണ്ണം ഒന്ന് ഗിയർ വയറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ കുളത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് നിൽക്കുന്ന ഗിയർ വയർ എടുത്തിട്ട് ഈ സ്റ്റോപ്പറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ മെല്ലനെ കടത്തി കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഹുക്ക് അവിടെ ലോക്കായി കിട്ടും. നമുക്ക് ചെറിയ ഒരു ഇതായ കാരണം ഇത്തിരി പാടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് പ്രസ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കിട്ടുക. എന്നിട്ട് ബാലൻസ് വന്നാൽ ആ ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത് കട്ടറില്ലെങ്കിൽ നമുക്ക് കത്രിക വെച്ചായാലും കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റക്കായിട്ട് ഇരുന്നോളും, പിന്നെ അത് അവിടെ നനങ്ങില്ല. അപ്പോൾ നമ്മളൊരു സൈഡ് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിലേക്ക് നമ്മൾ ഒരു സ്റ്റോപ്പർ ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ പാച്ചസിൻ്റെ പെൻഡൻറ്റുകൾ എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് കണ്ട, ഇപ്പോൾ ഇതിപ്പോൾ ഒരു ലോക്കറ്റ് പോലെ നമുക്കിങ്ങനെ തൂങ്ങിക്കിടക്കും. എന്നിട്ട് നമുക്കിനി ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡും ഒരു സ്റ്റോപ്പറും ഇട്ട് അവിടെ പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്താൽ മറ്റേ കുളത്തിൻ്റെ ഭാഗം ഇട്ടാൽ ഒരു ചെയിനായിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു 3 എണ്ണത്തിൻ്റെ ഒരെണ്ണം ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം, ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണം. അത് കാരണം ഞാൻ 3 എണ്ണം ഒരുമിച്ചിട്ടിട്ട് ചെയ്യും. കണ്ട, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ പരിപാടിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ പഠിക്കാനായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ നമ്മുടെ പാച്ചസ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര എണ്ണം ഇടണോ അത്രയും ഇടാം. എത്ര എണ്ണത്തിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഏതാ ഭംഗി, ഇപ്പോൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ എത്ര എണ്ണത്തിൻ്റെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാനിത് ഒരു സ്റ്റോപ്പർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബീഡും കൂടി എടുത്തിട്ടു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇപ്പോൾ ഒരു ഗോൾഡൻ ബീഡ്, ഇത് കോർത്തെടുക്കാനാണ് അതൊരു പാടുള്ളൂ, പിന്നെ വലിയ കുഴപ്പം വരില്ല. നമുക്ക് ഗോൾഡൻ ബീഡ് കടത്തി ഇനി പാച്ചസ് ഇടുക. അത് കഴിഞ്ഞാൽ സെയിം പരിപാടി തന്നെ, ഈ ഗോൾഡൻ ബീഡ് ഒരെണ്ണിട്ട് കൊടുക്കുക. ഈ ഗോൾഡൻ ബീഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റോപ്പർ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് ലോക്കറ്റാണോ ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇട്ടിട്ട് വീണ്ടും ഒരു സ്റ്റോപ്പർ ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 3 എണ്ണം കോർത്തു. ഇനി നമുക്ക് മറ്റേ അറ്റത്തെ കുളത്തും കൂടി ഇടാം. അപ്പോൾ ആദ്യം അതിന് വീണ്ടും ഇതുപോലെ നേരത്തെ ചെയ്തപോലെ ഒരു സ്റ്റോപ്പർ എടുത്തിട്ടിട്ട് ആ കുളത്തിൻ്റെ ഭാഗം ഒന്ന് അതിലേക്ക് കടത്താം. എന്നിട്ട് നമ്മൾ ആ ബാക്കി വരുന്ന ഗിയർ വയർ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഈ സ്റ്റോപ്പറിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കടത്തിയെടുത്താൽ മതി. കടത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് പുറകിലേക്ക് ടൈറ്റായിട്ട് ഇരുന്നോളും. നമ്മൾ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് പ്രസ് ചെയ്യുക.
അത്ര തന്നെ. അപ്പോൾ അതവിടെ ഫിക്സായി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ മാല ഉണ്ടാക്കി ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഇനി നമുക്കിത് പ്രസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ലോക്കറ്റ് എവിടെ വേണ്ടെങ്കിൽ പ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു പരിപാടി മാത്രം കൂടി ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ഭാഗം കട്ട് ചെയ്തിട്ട് വയ്ക്കുക. ഇനി നമ്മളതേ കണ്ട ഇതുപോലെ മാലകൾ സെറ്റായി. ഞാൻ മുന്നേ ചെയ്ത് വെച്ചൊരു മാലയാണ് അതുപോലെ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായി